ഈദ് വെക്കേഷന് ഞങ്ങളുടെ സ്പെയിൻ ഹോളിഡേ പ്ലാൻ ഒക്കെ വെള്ളത്തിലായത് പ്രമാണിച്ച് ഒരു സ്റ്റേക്കേഷന് പോവാന്ന് വിചാരിച്ചു. കഷ്ടപ്പെട്ട് ആലോചിച്ച് തപ്പിയെടുത്ത തീരുമാനമൊന്നുമല്ല, പെട്ടെന്ന് ഒരു ഡിഗ്രി കണ്ടപ്പോൾ ചാടിക്കറിയെടുത്തു. സത്യത്തിൽ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് വെറും 37 മിനിറ്റ് മാത്രമേ ഈ ഹോട്ടലിലേക്ക് ദൂരമുള്ളൂ. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അവിടെ കുറെ വാട്ടർ ആക്ടിവിറ്റീസും പ്രൈവറ്റ് ബീച്ചും ഒക്കെ ഉണ്ട്. അപ്പൊ കറക്റ്റ് 3 മണിക്ക് തന്നെ എത്താൻ പാകത്തിനാണ് ഞങ്ങൾ പോയത്. ഹാഫ് ബോർഡ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോഞ്ച് ആക്സസ് ഉണ്ട്, ഡിന്നർ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ കറക്റ്റ് 3 മണിക്ക് റാഡിസൺ ബ്ലൂ കോർണിഷ് അബുദാബിയിൽ എത്തി. ചെക്കിനൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഒരു 5 മിനിറ്റ്സിൽ കൂടുതൽ ഞങ്ങൾ എന്തായാലും ലോബിയിൽ ഇരുന്നിട്ടില്ല. പൊന്നും ചിത്തും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സ്പെയിൻ വെക്കേഷൻ മുടങ്ങിയപ്പോൾ കുറെ സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേക്കേഷൻ വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഞങ്ങൾ എവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും 3rd ഫ്ലോറിലാണ് റൂം കിട്ടാറ്. ഇപ്പൊ എന്താവോ 8th ഫ്ലോറിലാണ് കിട്ടിയത്. അപ്പൊ 3 മണിക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലിഫ്റ്റിന് അപ്പുറത്തൂടെ പുറത്ത് കാണുന്ന ആ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടോ, അവിടേക്ക് നമുക്ക് ഫ്രീ ആക്സസ് ഉണ്ട്. അപ്പൊ അത് കുറേ സമയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു 1 ബെഡ്റൂം സ്വീറ്റ് ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വീറ്റിലൊന്ന് കയറി സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ നിരത്തി വെച്ചു. പിന്നെ ഞങ്ങളുടേതാണങ്ങ് സ്ഥാപിച്ചിട്ട് ഞങ്ങൾ വേഗം ക്ലോത്ത്സ് ഒക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്വിം വെയറും കുട്ടികൾക്ക് വെള്ളത്തിൽ ചാടി കളിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റൂമിന് പക്ഷെ ബീച്ച് വ്യൂ ആയിരുന്നില്ല, സിറ്റി വ്യൂ ആയിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ലല്ലോ, കാരണം നമ്മൾ എന്തായാലും വ്യൂ നോക്കിയിരിക്കാനല്ല വന്നിട്ടുള്ളത്. റൂം കാണലും സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കലും, കുട്ടികൾ 2 പേരും സ്വിം വെയറിനകത്തേക്ക് കയറി. പിന്നെ ഞങ്ങൾ സ്വിം വെയർ ഒക്കെ ഇട്ട് ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം. ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം. ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അതിനകത്തൂടെ കയറി അടിയിൽ കൂടെ പോയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എത്താൻ പറ്റും. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എന്തായാലും വെറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടിട്ട് വരാൻ അലൗഡ് അല്ല. നമ്മളപ്പോൾ ക്ലോത്ത്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അങ്ങനെ നമ്മൾ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇത് ആ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ റാഡിസൺ ബ്ലൂ. ഇതുവഴിയാണ് നമ്മളിപ്പോൾ വന്നത്. റാഡിസൺ ബ്ലൂന്റെ ബീച്ച് ക്ലബ് ആണ് വെസ്റ്റ് വേ അബുദാബി. നമ്മൾ ഹോട്ടൽ സ്റ്റേ എടുത്തതുകൊണ്ട് ഇത് കോംപ്ലിമെന്ററി ആക്സസ് ആണ്. അതർവൈസ് വീക്ക് ഡേയ്സിൽ ഇവിടെ 150 വീക്കെൻഡ്സിൽ 220 ആണ് ചാർജ് വരുന്നത്. ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പൂൾ ഉണ്ട്, ലോഞ്ച് ഉണ്ട്, കിഡ്സ് പൂളും അഡൽട്ട് പൂളും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വേവ് പൂൾ ഉണ്ട്, ലേസി റിവർ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നനഞ്ഞു പോകുന്നു. കുറെ നേരം ഞങ്ങൾ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ പല വെള്ളത്തിലും കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടാണ് ഉള്ളത്. രാത്രിയായിട്ട് തിരിച്ചു കയറില്ലെന്നൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടാണ് വന്നതെന്നുണ്ടെങ്കിലും വയ്യാണ്ടായി 2 പേർ. പിന്നെ ഈ 2 പേർക്ക് വിശക്കാനും തുടങ്ങി. പിന്നെ തൽക്കാലത്തേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വേഗം പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു പോകുന്നു. ഏതോ ഒരു ലോഞ്ചിൽ ഞങ്ങൾക്ക് ആക്സസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ 2-3 ലോഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യം റോങ് ലോഞ്ചിലാണ് പോയത്. ലോഞ്ച് പോകുന്ന പിന്നെ ഹസ്ബൻഡ് അവല് തിരിച്ച് റൂമിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോയി. കുറെ നേരം വെള്ളത്തിൽ കിടന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ ഈ ലോഞ്ചിൽ വന്ന് നോക്കിയപ്പോൾ കുറെ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. ഡിന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുറെ സാധനങ്ങൾ എടുത്ത് കഴിച്ചു. പിന്നെ ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കൂടെ തന്നെ. നല്ല വെയിലത്ത് നല്ല വെള്ളത്തിൽ കിടന്ന് കുറെ നേരം തിമിർത്തതുകൊണ്ടാവും നല്ലോണം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഡിന്നറിന് പോവാന്ന് വിചാരിച്ചു. 10:30 വരെ ടൈം നോക്കിയപ്പോൾ 10:30 വരെ ഡിന്നർ ടൈം കണ്ടു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. ഞാൻ കിടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പോയതെന്നുണ്ടെങ്കിൽ പോലും ആദ്യം പോയി ബാക്കിയുള്ള അമനിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം പോയി നോക്കിയത്. ഞാൻ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുമ്പോഴേക്കും മോൾ ഓടി വന്ന് വാഷ്റൂമിനുള്ളിലുള്ള ബാക്കി ടോയ്ലറ്ററീസ് ഒക്കെ എടുത്ത് നോക്കലായിരുന്നു. കുറച്ച് നാൾ മുന്നേ വരെ ഈ ടോയ്ലറ്ററീസ് ഒക്കെ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ബാഗിനകത്തേക്ക് എടുത്തിടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കുറെ നാൾ വെറുതെ വെച്ചിട്ട് പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എടുത്തിടുന്നതല്ലാതെ ഉപയോഗിക്കുന്നൊന്നുമില്ലാന്ന്. പിന്നെ ഞാൻ ഈ പരിപാടി ഇങ്ങ് നിർത്തി. ഞങ്ങളുടെ ഈ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അപ്പനും മോനും നല്ല ഉറക്കം. ആ ലോഞ്ചിലും നല്ലോണം വിശക്കുന്ന സമയത്ത് കുറെ ഫുഡ് കഴിച്ചതുകൊണ്ടാവും. പിന്നെ കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ വയറ്റിൽ ഒരു തരി സ്ഥലമില്ലായിരുന്നു. പിന്നെ ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരു 9 o'clock ആയപ്പോൾ ഞങ്ങൾ അവിടെ വരെ പോയി. ഇതായതുകൊണ്ടാവും കുറെ അറബിക് ഡിഷസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതായിരുന്നില്ല. പിന്നെ മോർണിംഗ് എഴുന്നേറ്റ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിനാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് വാസ് റിയലി ഗുഡ്. ഞങ്ങൾ കുറേ അധികം സാധനങ്ങൾ എടുത്ത് കുറേ കഴിച്ചു. ജസ്റ്റ് 1 ഡേയിലേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വീണ്ടും പൂളിൽ പോയി ചാടണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. പിന്നെ ഞങ്ങൾ വീണ്ടും അവരെ കൊണ്ട് സ്വിം വെയർ ഒക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ വീണ്ടും വെസ്റ്റ് ബേയിലേക്ക് തന്നെ പോയി. ഇന്നലത്തോടെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഞങ്ങളുടെ 2 പേരുടെയും കോട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ 2 പേരും വെള്ളത്തിൽ ഇറങ്ങി തിമിർത്ത് കളിച്ചപ്പോൾ ഞങ്ങൾ 2 പേര് കരയിൽ വെറുതെ നോക്കിയിരുന്നു. ഭാഗ്യത്തിന് മഴക്കാറും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വെയിലുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 11 മണിയായപ്പോഴേക്കും തിരിച്ചു വന്നു. 12 മണിക്ക് എന്തായാലും വെക്കേറ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ റൂമിനോടും ഹോട്ടലിനോടും ഒക്കെ ബൈ ബൈ പറഞ്ഞ് ഇപ്രാവശ്യത്തെ സ്റ്റേക്കേഷൻ ഇവിടെ അവസാനിച്ചു.